രാജ്യതലസ്ഥാനത്ത് നടത്തുന്ന റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ മറിയാമ്മ ജോർജിന് പ്രത്യേക അതിഥിയായി പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചു. പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലെ അംഗനവാടി അധ്യാപിക ആയ മറിയാമ്മ ജോർജിനാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അവാർഡിന് ശേഷം കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 4 അധ്യാപകരിൽ ഒരാളാണ് മറിയാമ്മ ജോർജ്. എന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്നത് ടീച്ചറിന്റെ പേരെങ്ങനെ? മറിയാമ്മ ജോർജ്. മറിയാമ്മ ജോർജ്, പ്രമാടം പഞ്ചായത്ത് കോന്നി അഡീഷണൽ 52 നമ്പർ അംഗൻവാടിയിലെ ടീച്ചറാണ്. മേഴ്സി, ഇവിടെ ഉള്ളവര് മേഴ്സി തങ്കച്ചെന്ന് വിളിക്കും. കുഞ്ഞുങ്ങള് മേഴ്സി ടീച്ചർ എന്ന് അരുമയോട് വിളിക്കുന്ന ഈ മറിയാമ്മ ജോർജ് എന്ന അംഗൻവാടി ടീച്ചറാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. കോന്നി പ്രമാടം അംഗൻവാടിയിലെ ടീച്ചറാണ്. സംസ്ഥാനത്തെ 4 അംഗൻവാടി ടീച്ചർക്കാണ് രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക ക്ഷണിതാവായി, അതായത് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മറ്റ് സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ അണിനിരക്കുന്ന ഡൽഹിയിലെ രാജ്പഥിലുള്ള ആ പ്രധാന വീതിയിലാണ് നമ്മുടെ പ്രത്യേക രാജ്യത്തിന്റെ ക്ഷണിതാവായി ഈ അംഗനവാടി ടീച്ചർ, അതായത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പ്രമാണത്തുള്ള ഈ അംഗനവാടി ടീച്ചർക്കാണ് ഈ അസുലഭ മറിയാമ്മ ജോർജ് എന്ന ആ ടീച്ചർക്ക് അസുലഭ സന്ദർശനം കിട്ടിയത്. ടീച്ചർ എങ്ങനെയാണ് ഈ ഒരു ഇത് കിട്ടിയത്? നമുക്ക് കഴിഞ്ഞ വർഷം 2024-25 വർഷത്തെ സംസ്ഥാന അവാർഡ് ഇവിടെ എനിക്കായിരുന്നു. അപ്പം ആ രീതിയിൽ അതിൽ നിന്നാണ് നമുക്ക് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്നും, പത്തനംതിട്ട ജില്ലയില്ല, പത്തനംതിട്ടയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റ് ജില്ലകളിൽ നിന്നൂടെ എടുത്ത് 4 പേരാണ് ഞങ്ങൾ പോകുന്നത്. ഓഫീസ് സൂപ്പർവൈസർ, CDPO, പ്രോഗ്രാം ഓഫീസർ, ജില്ലാ ഓഫീസർ എല്ലാവരുടെയും നല്ലൊരു പിന്തുണ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ സെലക്ഷൻ ആകാനുള്ള കാരണം കൂടെ. ഇത് അറിഞ്ഞപ്പോ ടീച്ചറിന് ഒരു അത്ഭുതവും ഒരു ആകാംക്ഷയും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നല്ലോ ടീച്ചർ? തീർച്ചയായും. കാരണം അവാർഡ് കിട്ടിയപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായിരുന്നു. പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് നമുക്ക് നമ്മുടെ തലസ്ഥാന നരിയിൽ പോവുക എന്നുള്ളത്. അത് ഭയങ്കര സന്തോഷം. എൻ്റെ ഡിപ്പാർട്ട്മെന്റിനാണെങ്കിലും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും വളരെ സന്തോഷം. പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി ടീച്ചറിന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അംഗനവാടി അധ്യാപികയ്ക്കുള്ള അവാർഡ് നേടിയ അധ്യാപകർ ഒരാളാണ്. ടീച്ചറെ, അതെങ്ങനെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അവാർഡിലേക്ക് എത്തിയത്? അത് നമ്മുടെ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങളായിരുന്നു കൂടുതൽ. എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ 25 കുട്ടികൾ കുറയാതുള്ള ഒരു അംഗൻവാടിയാണിത്. നമ്മുടെ ഏരിയയിൽ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ, പക്ഷേ ദൂരെ നിന്നാണ് കുട്ടികളെ ഇവിടെ കൊണ്ടുവരുന്നത്. കുട്ടികളുടെ എല്ലാ കഴിവുകളും നമ്മൾ വികസിപ്പിച്ചെടുക്കാറുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് കലാകായിക രംഗങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. സ്കൂളുകളിൽ ചെന്നാൽ അവരെ ഒന്നിനും പുറമോട്ട് നിൽക്കാറില്ല. എല്ലാത്തിനും ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പോലും കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ട് വിടാറുള്ളത്. ഇത് ഏതിന്റെ കീഴിലാണ് ടീച്ചറെ? കോന്നിയിലാണോ പ്രമാടമാണോ? കോന്നി അഡീഷണൽ പ്രമാടം പഞ്ചായത്ത് 4ാം വാർഡ്. 4 ഇപ്പൊ 5 ആയി. 4ആയിരുന്നു, ഇപ്പൊ 5 എത്ര വർഷമായിട്ടാണ് ടീച്ചർ ഇവിടെ അധ്യാപക? അംഗൻവാടി തുടങ്ങിയിട്ട് ഇപ്പൊ 33 വർഷം കൊണ്ട് അംഗൻവാടി ജോലി ചെയ്യുന്നുണ്ട്. ഈ സന്തോഷ വാർത്ത മക്കളും ബന്ധുമിത്രാദികളും എല്ലാവരും അറിഞ്ഞു? അറിഞ്ഞു. എല്ലാവരും മക്കൾക്കും ബന്ധുമിത്രാദികളും പിന്നെ എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ്. നല്ല സപ്പോർട്ടാണ് എല്ലാവരും നൽകുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഈ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളൊക്കെ അറിഞ്ഞോ ഇങ്ങനത്തെ ഒരു ടീച്ചറാണെന്നുള്ളത്? അറിഞ്ഞു. അവർക്കെല്ലാം അറിയാം. പണ്ട് തൊട്ടേ അവര് അവിടെ എനിക്ക് കിട്ടേണ്ട അംഗീകാരം വൈകിപ്പോയെന്നാണ് അവരെല്ലാം പറയുന്നത്. നേരത്തെ തൊട്ടേ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു അവാർഡ് കിട്ടുന്നതിന് വേണ്ടി. കിട്ടാൻ താമസിച്ചു. അപ്പം നമുക്ക് കിട്ടിയിടമില്ലായിരുന്നു. പിന്നെ കോവിഡിന്റെ സമയം അങ്ങനെ ഒത്തിരി ഇതായി, അങ്ങനെ കിട്ടാൻ താമസിച്ചു. ഇപ്പം നമുക്ക് കിട്ടി. അതിൻ്റെ രക്ഷകർത്താക്കൾ അന്ന് നമ്മുടെ വാർഡിലെ മെമ്പർ ഒത്തിരി സപ്പോർട്ടുണ്ട് നമ്മളോട്. അങ്ങനെ എല്ലാവിധ നാട്ടുകാരാണേലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളാണേലും എല്ലാം നല്ല സപ്പോർട്ടാണ്. ഇത് നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് എപ്പോഴാണ്, എങ്ങനെ ടീച്ചറിന്റെ അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് എന്റെ അറിയിപ്പ് വരുന്നത്? എങ്ങനെയാണ് അത് അറിഞ്ഞത്? നമ്മുടെ ജില്ലയിൽ നിന്നാണ് ആദ്യമേ, നമ്മുടെ ട്രിവാൻഡ്രത്തു നിന്ന് ആദ്യമേ നമ്മുടെ ഓഫീസിലോട്ട് വിളിച്ചറിയിക്കുമായിരുന്നു. അങ്ങനെ ഓഫീസിൽ എന്നെ അറിയിക്കുമായിരുന്നു. അങ്ങനെ ടീച്ചർ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചായിരുന്നു? ഇങ്ങനെ ഒരിക്കലും ഇല്ല. നമുക്ക് ഇങ്ങനെ ഒരു അവാർഡിന് വേണ്ടി ഒത്തിരി ശ്രമിച്ചു, കിട്ടണം എനിക്ക് എന്നെ വിചാരിച്ചു. പക്ഷെ ഈ ഒരു സന്ദർഭം വിട്ടുവെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ വയ്യാത്തൊരു സംഭവം കൂടിയാണ്.
പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിനമെന്ന് പറയുമ്പോഴത്തേക്കിനെ ഇന്ത്യയുടെ സൈനിക ശക്തി ലോകരാജ്യങ്ങളിലേക്ക് വിളിച്ചു കാട്ടുന്ന ഒരു പ്രകടനം കൂടിയാണ്. അവിടെ സൈനിക മേധാവികൾ, പ്രധാനമന്ത്രി, രാഷ്ട്രപതി, മറ്റ് കേന്ദ്രമന്ത്രിമാർ, അങ്ങനെ വലിയൊരു നിരയാണ് ഇരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചെറിയൊരു അറ്റത്തു നിന്നും ടീച്ചർ അവിടെ ഒരു പ്രത്യേക ക്ഷണിതാവായിട്ട് പോകുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ആകാംക്ഷയോട് കൂടി പ്രേക്ഷകരോടൊന്ന് പറയാം? ശരി, ഞങ്ങൾ ജോലിയുടെ ഏറ്റവും താഴത്തെ തട്ടിൽ നിലയിൽ നിൽക്കുന്നവരാണല്ലോ ഞങ്ങൾ. പക്ഷേ അവിടെ ടോപ്പിൽ ചെല്ലുക എന്ന് പറയുന്നത് ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. കാരണം നമ്മുടെ പ്രവർത്തനം കൊണ്ടാണെന്ന്, പകുതി നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ്, പകുതി ഈശ്വരൻ്റെ ഇതും. അങ്ങനെ നമ്മളെ മൊത്തം നമ്മുടെ കഴിവാണെന്ന് പറയാനൊക്കത്തില്ല, എങ്കിലും നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അംഗൻവാടിയുടെ മെച്ചങ്ങൾ, കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ എല്ലാ കഴിവുകളും അവർ ചുമ്മാതിരുത്തുന്നില്ല. ഇപ്പം നോക്കിയാൽ 25 കുട്ടികളുണ്ട്. അവിടെ എല്ലാ വികസനങ്ങളും നമ്മൾ ശരിയാക്കിയെടുക്കുന്നു. അപ്പം നമുക്കത് സന്തോഷമാണ്. കാരണം കുഞ്ഞുങ്ങളെ ഇത്രയും നോക്കിയിട്ട് അവരെ നമുക്കിങ്ങനെ അംഗീകാരം കിട്ടുമെന്ന് പറയുന്നത് വളരെയധികം സന്തോഷമാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിനത്തിലാണ് സമൂഹത്തിന് മാതൃകയായി ഇപ്പോൾ തന്നെയും കുട്ടികൾ ദൗർലഭ്യമുള്ള ഒരു ഇടങ്ങളിൽ നിന്നാണ് അംഗനവാടിയിൽ 25-ലധികം കുട്ടികളെ കഴിഞ്ഞ 35 വർഷമായി ഈ മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്ന പത്തനംതിട്ട പ്രമാടം മറിയാമ്മ ജോർജ് എന്ന അംഗനവാടി അധ്യാപികയ്ക്ക് രാജ്യത്തിൻ്റെ സൈനിക റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക ക്ഷണിതാവായി നാളെ വിമാനം കയറി അതിനകത്ത് പങ്കാളിയാവുകയാണ്. ആ സന്തോഷം കേരള വിഷൻ ന്യൂസിനോടൊപ്പം പങ്കിടുന്നു. ടീച്ചറെ എല്ലാവിധ ആശംസകളും കേരള വിഷൻ ന്യൂസിന് വേണ്ടി അറിയിക്കുന്നു. മറ്റ് 4 അധ്യാപകർ സംസ്ഥാനത്ത് ഉണ്ടല്ലോ, അവരോടൊപ്പം തന്നെ പോയി ആ സന്തോഷം പങ്കിടുക, രാജ്യത്തിൻ്റെ പ്രൗഢി മറ്റ് വിളിച്ചോതുന്ന അതിൽ പങ്കാളിയാവുക. എല്ലാവിധ ആശംസകളും. പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.